friends, welcome to Deepthi's World of Cooking. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് മുരിങ്ങയില തോരൻ. മുരിങ്ങയില തോരൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഞാനിതിൽ സോയ ചങ്ക്സ് ഗ്രാന്യൂൾസും കൂടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് മുരിങ്ങയില തോരന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മുരിങ്ങയില ഒരു കെട്ട് ഇത് ഞാൻ കഴുകി വച്ചിരിക്കുന്നതാണ്. ഇതിൽ ഞാൻ സോയ ചങ്ക്സ് ഗ്രാന്യൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സോയ ചങ്ക്സ് പൊടിച്ചത്. ഇത് ആദ്യം ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. കഴുകി വെച്ച സോയ ചങ്ക്സ് ആണ് ഇതാണ് ഞാൻ മുരിങ്ങയിലയുടെ കൂടെ ഉപയോഗിക്കുന്നത്. ഒരു ഉള്ളി ചെറുതായി മുറിച്ചത്, പച്ചമുളക് 4 എണ്ണം, തേങ്ങ 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഓയിൽ, പിന്നെ ഉപ്പ്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ച സോയ ചങ്ക്സ് ഗ്രാന്യൂൾസ് കൂടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇടയ്ക്കിത് നമുക്ക് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. മുരിങ്ങയില തോരൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഈസിയാണ്, വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.